ഉള്ള കാര്യം പറയട്ടെ, ഇതിന്റെ പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. എൻ്റെ അടുത്ത് കടലാസുകൾ വന്നപ്പോൾ ഒരാഴ്ച മുമ്പാണത് വരുന്നത്. ആ വന്നപ്പോൾ 24-ാം തീയതിക്ക് മുൻപ് ഇത് റിപ്പോർട്ട് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് ഉത്തരവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം അങ്ങ് പ്രഖ്യാപിക്കുന്നത് 2024 ഏപ്രിൽ 21-നാണ്. ഇത്രയും കാലം കൊണ്ട് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം പൂർത്തിയാകാത്തത്? കാരണം കുറ്റാരോപിതനായ ADGP MR അജിത്കുമാറിനെതിരെ PV അൻവർ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് അങ്ങക്ക് ഈ നീട്ടിക്കിട്ടണമെന്ന അപേക്ഷ അങ്ങക്ക് വരുന്നത്. വാർത്താക്കുറിപ്പിൽ ഒരാഴ്ചക്കകത്ത് അന്വേഷണം ഉണ്ടാവുന്ന ഒരു വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് അത് വൈകുമ്പം മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ച ഒരു മാസമെങ്കിലും കഴിയുമ്പോൾ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് തിരക്കേണ്ടതല്ലേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട. അത് സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. എന്തുകൊണ്ട് റിപ്പോർട്ട് തരുന്നില്ല എന്ന് ചോദിക്കുമല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. ഒരു സംശയം അതിൽ വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഇടപെട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഈ തെറ്റായ വാർത്ത എന്തുകൊണ്ട് കൊടുത്തു, ഈ വിവരാവകാശത്തിന് തെറ്റായ മറുപടി എന്തുകൊണ്ട് കൊടുത്തു, അതാണ് അതിൽ പ്രശ്നമായിട്ട് വന്നത്. അതാണ് അദ്ദേഹത്തെ മേലെ നടപടിക്കും റെഡിയാക്കിയത്. അജിത്കുമാറിനെതിരെയാണ് ആരോപണങ്ങൾ ഉയർത്തുന്നത്. ആ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ തന്നെ ഈ തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിച്ചാൽ മതിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പൊ മാറ്റിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കട്ടെ, അന്വേഷണ ഉത്തരവ് വരട്ടെ, അത് വരട്ടെ. ഈ ആരോപണം ഉന്നയിക്കുന്നത് വരെ അങ്ങയോട് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സമയം വേണമെന്ന കാര്യം ADGP MR അജിത്കുമാർ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ആരോപണം വന്ന ശേഷമാണ്, ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയായ ശേഷമാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. അതിൽ തന്നെ ഒരു അഗ്ലി ഹേസ്റ്റിൽ അതിനകത്ത്. അങ്ങനെയല്ലത് നിങ്ങൾ കാണേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അന്വേഷിക്കുമല്ലോ. എന്തുകൊണ്ട് തരുന്നില്ല, എന്താണ് തരാത്തത്, ഉടനെ തരണം എന്ന് പറയല്ലോ. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞ വിവരം എന്റെ അടുത്ത് വരുന്നത്. അത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ വിവരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ച ഏകദേശം ഉണ്ടാവും, ഈ 24-ാം തീയതിക്ക് മുൻപായി ഇക്കാര്യത്തിൽ തീരുമാനം വേണം എന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായത്. CPI സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വത്തിന്റെ ഭാഷയിൽ പറഞ്ഞത് ഊഴം വെച്ച് RSS നേതാക്കളെ കാണുകയാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു തെറ്റ് കാണുന്നില്ലേ? അതിന് എന്തുകൊണ്ട് ഇത്തരം ഒരു ഉദ്യോഗസ്ഥരെ ഒരു നടപടി അല്ലെങ്കിൽ അത്തരം ഒരു മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നു? മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ അത്ര ഉയർന്ന ഒരു ഉദ്യോഗസ്ഥർ ഇങ്ങനെ RSS നേതാക്കളെ ഒന്നിനെ പിറകെ ഒന്നായി കാണാൻ പറ്റുമോ? ADGP RSS നേതാക്കളെ കണ്ടത് എന്റെ ഇടനിലക്കാരനായിട്ടാണ് എന്നാണല്ലോ നിങ്ങൾ പലരും പറയാൻ വേണ്ടി ശ്രമിച്ചത്. അതാണല്ലോ വസ്തുത. ഇതില് ഞാൻ പറയട്ടെ, ആവട്ടെ, ഇത് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതാണല്ലോ ഈ പറയുന്ന കാര്യം. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾ നിന്നേ ഉള്ളൂ. അതുപോട്ടെ. അപ്പോ തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി പോലീസുകാരെ പലതരം ഇടനിലകൾക്കായി ഉപയോഗിച്ചതിന്റെ മുൻകാല അനുഭവം വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. കാരണം ഞങ്ങൾക്ക് അത്തരമൊരു ശീലമില്ല. ഇപ്പോൾ രാഷ്ട്രീയ ദൌത്യവുമായി പോലീസിനെ അയക്കുന്ന പരിപാടി ഞങ്ങളുടേതല്ല. ഇപ്പോൾ പഴയ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് മറന്നുപോയോന്നറിയില്ല, എന്നാലും അദ്ദേഹം ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ജയറാം പടിക്കലിന്റെ ജീവചരിത്രം വെങ്ങാനൂർ ബാലകൃഷ്ണൻ എഴുതി മൈത്രി ബുക്സ് പ്രസിദ്ധീകരിച്ചത്, അത് ആ പുസ്തകത്തിന്റെ ആ ഭാഗം എന്റെ കൈവശമുണ്ട്. ഇതിലെ പേജ് നമ്പർ 148. ആ 148-ാം പേജിൽ പറയുന്നത്, DGP പദവി സ്വപ്നം കണ്ട് കഴിഞ്ഞിരുന്ന ജയറാം പടിക്കൽ 91-ലെ പൊതുതെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഭയപ്പെടാൻ തുടങ്ങി. പ്രതീക്ഷിക്കും പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച് സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ തനിക്ക് DGP ആകാൻ പറ്റില്ലെന്ന് അദ്ദേഹം കരുതി. അത് തടയാനായി മാർഗങ്ങൾ ആരായുന്നതിനിടയിലാണ് ചില മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളുടെ കടന്നുകയറ്റം ഐക്യമുന്നണി സ്ഥാനാർത്ഥികളുടെ പരാജയത്തിൽ കലാശിക്കുമെന്നും
അതിനാൽ അവിടെ പൂർണ്ണമായും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും പടിക്കൽ അറിഞ്ഞത്. അതിൽ പരിഭ്രാന്തനായതിനിടയിലാണ് കരുണാകരനും ചില നീക്കുപോക്കുകളെക്കുറിച്ച് ആലോചിക്കുന്നതറിഞ്ഞത്. എന്തായിരുന്നു ആ നീക്കുപോക്കുകൾ? ഒന്ന് വിശദമാക്കാമോ? ചോദ്യം ഗ്രന്ഥകർത്താവായ വെങ്ങാനൂർ ബാലകൃഷ്ണനാണ്. അതിന് ജയറാം പടിക്കലിന്റെ മറുപടി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഉദ്ധരണിയാണ്. 1991 പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF പരാജയപ്പെട്ടേക്കുമെന്ന് കരുണാകരൻ ഭയപ്പെട്ടു. അതിൽ നിന്നും രക്ഷ നേടാനായി കണ്ട എളുപ്പവഴിയാണ് BJPയുമായുള്ള തെരഞ്ഞെടുപ്പ് ബാന്ധവം. എന്നാൽ പരസ്യമായൊരു ബന്ധം കൂടാൻ ഇരു പാർട്ടിയിലെ നേതാക്കന്മാരും ഒരുക്കമായിരുന്നില്ല. വടകര ബേപ്പൂർ ഫോർമുല എന്ന രഹസ്യപ്പേരിൽ അറിയപ്പെട്ട നീക്കമനുസരിച്ച് വടകര പാർലമെന്റ് മണ്ഡലത്തിലും ബേപ്പൂർ, മഞ്ചേശ്വരം, തിരുവനന്തപുരം ഈസ്റ്റ് എന്നീ അസംബ്ലി മണ്ഡലങ്ങളിലും കോൺഗ്രസുകാർ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും മറ്റുള്ളിടങ്ങളിൽ BJPക്കാർ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും ധാരണയുണ്ടാക്കി. BJP ഒരു നിയമസഭാ മെമ്പറെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ അത് ഉപകരിക്കുമെന്ന് വിചാരിച്ചു. ഇതിന്റെ ആദ്യവട്ടം ചർച്ചകൾ നടക്കുന്നത് എന്റേന്ന് വെച്ചാൽ എന്റേതല്ല കേട്ടോ, ജയറാം പടിക്കലിന്റെ സാന്നിധ്യത്തിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJPയെ പിന്തുണക്കാൻ തീരുമാനിച്ച മണ്ഡലങ്ങളിലാകട്ടെ പരാജയ പ്രതീക്ഷയുള്ളവരെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ചിരുന്നത്. ഇനി അതിന് താഴത്തെ പാരഗ്രാഫ് കൂടി വായിക്കേണ്ടതുണ്ട്. BJPയും അറിയട്ടെ നിങ്ങൾ, BJPയും കോൺഗ്രസുമായി കൂട്ടുകൂടിയാണെങ്കിൽ കൂടി UDF അധികാരത്തിൽ വന്നാൽ തനിക്ക് DGPയാകാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നുകൊണ്ടാണ് പടിക്കൽ ഈ അവിഹിത ബന്ധത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ തയ്യാറായത്. കുപ്രസിദ്ധമായ കോലീബി സഖ്യത്തിന് ഇടനിലയും കാർമ്മികത്വവും വഹിച്ചത് താൻ തന്നെയാണെന്ന് കെ കരുണാകരന്റെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് മേധാവി ജയറാം പടിക്കലാണ് വെളിപ്പെടുത്തിയത്. ജയറാം പടിക്കൽ ജീവിച്ചിരുന്ന ഘട്ടത്തിലൊന്നും ഈ ആരോപണം അവാസ്തവമാണെന്ന് പറയാൻ ആരും തയ്യാറായിട്ടില്ല. ഇന്നും വിപണിയിൽ ലഭ്യമായ ഈ പുസ്തകവും അതിലെ വെളിപ്പെടുത്തലും പച്ചയായ സത്യമായി മുന്നിലുള്ളപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിന്റെ പഴയ നേതാവിനും ചേർന്ന് തൊപ്പി എന്റെ തലയിൽ ചാർത്താൻ നോക്കിയത്. സർക്കാർ ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നത്തെ ഗൌരവതരമായി തന്നെയാണ് കാണുന്നത്. അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അതിന്മേൽ യുക്തമായ തീരുമാനവും കൈക്കൊള്ളും. ഒരു കാര്യം വ്യക്തമായി പറയാം, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടിയുണ്ടാകും. അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ്. താങ്കളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് അൻവർ MLA ഉന്നയിച്ചത്. ഇപ്പൊ പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം. അപ്പൊ ഈ പി ശശിക്കെതിരായി എന്തെങ്കിലും രീതിയിലുള്ള അന്വേഷണം താങ്കൾ നടത്തിയിട്ടുണ്ടോ? താങ്കളുടെ ഓഫീസിലെ താങ്കൾ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ ആരോപണം വരുമ്പോ CM-ന് ഒരു സങ്കടമോ പ്രയാസമോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? ഇവിടെ ഇദ്ദേഹത്തിന് അൻവറിനെ പറ്റി പറയാത്തതുകൊണ്ട് വല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് പറയട്ടെ പറയാം. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു പരാതി ലഭിച്ചാൽ ആ ലഭിച്ച പരാതി പരിശോധിച്ച് നടപടിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും സ്വീകരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്തത്? അൻവർ പരാതി തന്നു. പോലീസ് മേധാവിയുടെ പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഒരു ദിവസം പറഞ്ഞു, പിറ്റേ ദിവസവും പറഞ്ഞു, അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി.
ഇവിടെ കാണേണ്ട ഒരു വസ്തുത, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു മുൻവിധിയോടെയും ഈ കാര്യത്തെ സമീപിക്കുന്നില്ല. ഇപ്പോ ഇവിടെ SPയെ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി SPയെ ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്തു വന്നു. അതിന്റെ മേലെയാണ് ആ നടപടി ഉണ്ടായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോ ആരോപണ വിധേയര് ആര് എന്തല്ല, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്താണ്, അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ. ഒരു ഗൗരവമായ ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്ന ഒന്നാണല്ലോ അത്. എന്റെ മെറിറ്റിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല, അത് അന്വേഷണം നടന്നിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് പോലീസിന് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കും.